Hi guys, Developer here. എൻ്റെ റിയൽമി വാച്ച് S3 യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസം ആവുന്നുണ്ട്. സോ എൻ്റെ ജെന്യൂൻ ഒരു റിവ്യൂ നോക്കാൻ റിവ്യൂ ഇടാനായിട്ട് ഞാൻ വന്നത്. സോ അൺബോക്സിങ് വീഡിയോ ആൻഡ് സ്പെക്സ് വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ടാവും. ലെറ്റ്സ് ഗോ ഫോർ റിയൽ വേർഡ് സിനാരിയോസ്. ഇതൊരു സ്പോൺസേഡ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷനോ എന്ന് പറയാനല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ് എനിക്ക് ഈ വാച്ചിൽ ഇഷ്ടപ്പെട്ടതായിട്ടുള്ളത്, എന്താണ് എന്നെ അനോവ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ. ടു ബി ഹോണസ്റ്റ് ആയിട്ട് ഐ നോട്ട് ഗോണ ലൈ അബൌട്ട് എനിത്തിങ്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളും ഇത് എൻ്റെ കയ്യിൽ വന്നത് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനത് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. കണ്ടിട്ടുണ്ടാവും. ദിസ് ഈസ് ദ വാച്ച്. ഈ കാണിക്കാൻ വാക്കില്ല, ബട്ട് ദിസ് ഈസ് വാച്ച്. ഓക്കെ, ലെറ്റ്സ് സീ. ഞാൻ ഈ വാച്ച് എന്തിനാ വാങ്ങിയെന്ന് ആദ്യം തന്നെ പറയാം. വൈ ഡിഡ് ഐ ബോട്ട് ദിസ് വാച്ച്? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നപ്പോഴും സ്റ്റിൽ വൈ ഡിഡ് ഐ ചൂസ് ഫോർ ദിസ് റിയൽമി വാച്ച് S2? ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാ മലയാളികളും ആലോചിക്കുന്ന പോലെ എങ്ങനെയാണ് കുറഞ്ഞ വിലയ്ക്ക് ബെസ്റ്റ് സാധനം കിട്ടാമെന്ന് ഞാനും ആലോചിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യം തിങ്ക് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് മണി സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു വാച്ചിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഒക്കേഷണലി മാത്രമേ വാച്ച് വിയർ ചെയ്യാറുള്ളൂ, ഡെയിലി വിയറിങ് അല്ല. സോ എൻ്റെ ബഡ്ജറ്റ് നോക്കിയിട്ട് ഞാനൊരു 3K അകത്താണ് നോക്കിയത്. ഓക്കെ, സോ 3K അകത്ത് ഞാൻ ഏറ്റവും നല്ല വാച്ച് ഏതാന്ന് പറഞ്ഞ് കുറച്ച് തപ്പി നോക്കി വന്നപ്പോൾ എനിക്ക് 2-3 ചോയ്സസ് കിട്ടി. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ നോക്കി കുറച്ച്, ഞാനും നിങ്ങളെ പോലെ യൂട്യൂബിലെ റിവ്യൂസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. സോ എനിക്ക് കിട്ടിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2600 റുപ്പീസിന് ഈ വാച്ച് ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് 5K സംതിങ് ആയിരുന്നു. സ്റ്റിൽ ഇപ്പോൾ നമുക്ക് ഫ്ലിപ്പിലൊരു 2500, 2600 അതിന് കിട്ടുന്നുണ്ട്. ആ ഒരു മണിക്ക് ഞാൻ ഓർത്താണെന്നേ പറയും. ഞാൻ ഈ വാച്ച് നോക്കാനുള്ള മെയിൻ റീസൺ എൻ്റെ പഴയ വാച്ചാണ്. കാരണം അത് ഇല്ലാതായിട്ടൊന്നുമില്ല, സ്റ്റിൽ വർക്കിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വാച്ച് Honor Band 6, സ്റ്റിൽ 4 വർഷം ആവുന്നുണ്ട്. ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ വർക്കാവുന്നുണ്ട്. അടിപൊളി ബാറ്ററി ലൈഫും തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം അത് ബൈ ചെയ്യാൻ കിട്ടുമെന്നും. ബട്ട് വൺസ് അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, സ്റ്റിൽ എൻ്റെ കയ്യിൽ ഇത് ഇപ്പോഴും ചാർജിലിട്ടേക്ക് സ്റ്റിൽ വർക്കിംഗ് ആണ്. ഒരു ഇഷ്യൂമില്ല. അത്യാവശ്യം സ്റ്റെപ്പ് ട്രാക്കിംഗ് ഒക്കെ ഇതിൽ നല്ലപോലെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ എനിക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അടിപൊളി വാച്ചാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പുതിയ വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് പോയി പർച്ചേസ് ചെയ്യാം. ലിങ്ക് താഴെ കൊടുക്കാൻ വേണ്ടി. ഈ വാച്ചിൻ്റെ ഒരു പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സ്ക്വയർ ടൈപ്പ്, ഒരു റെക്ടാങ്കിൾ ടൈപ്പ് വാച്ചാണ്. ഇതൊരു ഫിറ്റ്നസ് ബാൻഡ് എന്ന രീതിക്കായിരുന്നു. എൻ്റെ കയ്യിലൊരു വാച്ച് എന്ന് പറഞ്ഞിട്ട് ഓർണമെൻറ്റ് രീതിക്ക് ഇടാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. സോ ഐ വാണ്ട് എ റൗണ്ട് ഡയൽ വാച്ച്. ഒരു റൗണ്ട് ഡയൽ വാച്ചിന് വേണ്ടി ഞാനിങ്ങനെ കുറച്ചധികം അന്വേഷണത്തിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ സാധനം പെട്ടത്. ഇവർ പറഞ്ഞേക്കുന്ന ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ 20 days ബാറ്ററി ലൈഫ്. നമുക്കറിയാം 20 days കിട്ടത്തില്ല. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ യൂസിന് 20 ലൈഫ് കിട്ടത്തില്ല. ബട്ട് 20 ലൈഫ് നമ്മൾ പ്രോമിസ് ചെയ്യുന്ന ഒരു വാച്ച് നമുക്കൊരു 10 days എങ്കിലും ബാറ്ററി ലൈഫ് തരാൻ നോക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചിന്തയിലാണ് ഈ S2 എടുത്തത്, ഈ റിയൽമി വാച്ച് S2 എടുത്തത്. പിന്നെ ഈ റിയൽമി വാച്ച് S2യുടെ ഒരു ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, AMOLED ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് AOD ഒക്കെ യൂസ് ചെയ്യാമല്ലോ. അത് എനിക്കൊരു ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ പഴയ വാച്ചിൽ AOD ഇല്ലായിരുന്നു. ബട്ട് AMOLED ഡിസ്പ്ലേ ആയിരുന്നു, AOD ഇല്ലായിരുന്നു. എനിക്ക് AOD എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നു ഞാൻ ഈ വാച്ചിൽ. ദെൻ വരുന്നത് ബ്ലൂടൂത്ത് കോൾ. അത് ജസ്റ്റ് ഒരു ബാൻഡ് ആയതുകൊണ്ട് എനിക്കൊരു ബ്ലൂടൂത്ത് കോൾ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അബൌട്ട് ദ മേജർ തിങ് ഐ ടുക്ക് ദിസ് വാച്ച് ഈസ് ബിക്കോസ് ദിസ് മെറ്റൽ സ്ട്രാപ്പ്. എനിക്ക് ഈ സ്ട്രാപ്പിലുള്ള വാച്ചസ് ഇതുവരെ ഇല്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല വാച്ച്. ഈ ഒരു മെറ്റൽ സ്ട്രാപ്പ്, അത് ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ട്, ബ്ലാക്ക് ഫാൻ ബൈ ദ വേ, ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ട് ഞാനിതാണ്. ഓക്കെ, ഇതുവരെ ഞാൻ എന്തുകൊണ്ടാണ് ഈ വാച്ച് എടുത്തതെന്ന് ചോദിച്ചത്. നമുക്കിനി നെക്സ്റ്റ് കാര്യത്തിലോട്ടോ. നമുക്ക് ഡെയിലി വിയറബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ പറയുന്നു, നമുക്ക് ഡെയിലി ഫുൾ ടൈം 24/7 വിയർ ചെയ്യേണ്ട ഒരു വാച്ചല്ല. അത് ചെറിയൊരു ഹെവി ഫീലുണ്ട് വാച്ചിന്, കുറച്ച് ഹെവി. അത്രയ്ക്ക് നമ്മുടെ അനലോഗ് വാച്ച് പോലെ അത്ര ഹെവി അല്ലെങ്കിലും ബട്ട് ഒരു ഹെവി ഫീലുണ്ട്, ചെറിയൊരു ഹെവി ഫീലുണ്ട്. അതൊരു കിടന്നുറങ്ങുമ്പോഴേക്കോ ഇതിട്ടുകൊണ്ട് കിടക്കാൻ, ലൈക്ക് ഇതിൻ്റെ പഴയ വാച്ച് ലിറ്ററലി ലൈക്ക് എയർ, ഇറ്റ്സ് ലൈക്ക് നത്തിങ്. ഇതിട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ അറിയത്തില്ല കയ്യിൽ നിന്ന്. ബട്ട് ദിസ് ഈസ് ലൈക്ക് സംവാട്ട് ഹെവി. ട്രാക്കിംഗ് ഒന്നും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. ഞാൻ 1 day മാത്രമേ ട്രൈ ചെയ്യുള്ളൂ. വലിയ ഇഷ്യൂ ഇല്ല, ബട്ട് എല്ലാ ദിവസവും ഇട്ടുകൊണ്ട് നടക്കാനുള്ളൊരു ഇതല്ല. നമുക്ക് ഒക്കേഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയാം. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ അടിപൊളിയായിരുന്നു. കാരണം എൻ്റെ പഴയ വാച്ചിന് ഡിസ്പ്ലേ AMOLED ആയിരുന്നിട്ട് പോലും നല്ല വെയിലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. ഇതിൻ്റെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്.
Then about notifications. Notifications എനിക്ക് പറഞ്ഞു തരുന്നില്ല, അപ്പോഴത്തേക്കും വന്നു നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിന് ഒരു റിപ്ലൈ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്വിക്ക് റിപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ആരെയും മെസ്സേജ് അയക്കുന്നത് നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഡിലേ ഇല്ല. കാരണം എൻ്റെ ഫോണിൽ ബെല്ലടിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വാച്ചിലായിരിക്കും ആദ്യം ബെല്ലടിക്കുന്നത്. ബട്ട് ഭയങ്കര റിലയബിൾ അല്ല. സംടൈംസ് ചില നോട്ടിഫിക്കേഷൻസ് വരാറില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര റിലയബിൾ ആയിട്ട്. പക്ഷെ പഴയ വാച്ചിലാണെങ്കിൽ നോട്ടിഫിക്കേഷൻ റിലയബിൾ ആയിരുന്നു, അത് എപ്പോൾ വന്നാലും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു. ബട്ട് ഇതിൽ എപ്പോഴും ചിലപ്പം സ്ക്രീൻ ഓൺ ആയിരിക്കുമ്പോൾ ചില സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ചിലപ്പോൾ അതിന് തോന്നിയില്ലെങ്കിൽ അത് വരത്തില്ല. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് നോട്ടിഫിക്കേഷൻ സിസ്റ്റമാണ്. പിന്നെ നമുക്ക് ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനുള്ളതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഫോണിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഏതൊക്കെ ആപ്സിന് നോട്ടിഫിക്കേഷൻ വേണം, അതിൻ്റെ ഐക്കൺസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്സിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതും അത്ര റിലയബിൾ ആയിട്ട് ഞാൻ പറയത്തില്ല. കാരണം ഇത് ഇടയ്ക്കിടയ്ക്കൊന്നുമില്ല, പലപ്പോഴും ചിലപ്പോൾ ഡിസ്കണക്ട് ആയി പോകാറുണ്ട്. പിന്നെ പക്ഷേ കണക്ട് ആവും, നമ്മളെല്ലാം അറിയാതെ കണക്ട് ആവും. ഇടയ്ക്ക് ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് പാട്ടൊക്കെ ഇടാൻ നോക്കുമ്പോൾ, മ്യൂസിക് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ലാഗ് വരുന്നുണ്ട്. ദെൻ കോൾസ് ഒന്നും ഇഷ്ടമില്ല, കോൾസ് ഒക്കെ കറക്റ്റ് വരുന്നുണ്ട്. ബട്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഒരുവിധം ഓക്കെ ആണ്. ഐ എം ഗോണ ടോക്ക് അബൌട്ട് ഫിറ്റ്നസ്. ഞാൻ ജിമ്മിൽ പോകാറുണ്ട്, ബട്ട് ഒരിക്കൽ മാത്രമേ ഞാൻ ജിമ്മിൽ കൊണ്ടുപോയുള്ളൂ. ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് യൂസിങ് വിത്ത് ജിം. കാരണം വെച്ചാൽ ഇത് ഓൾറെഡി വെയിറ്റ് ഉണ്ട്. അതുമല്ലാണ്ട് ഇത് സ്റ്റീലിന്റെ മറ്റേ സ്ട്രാപ്പ് വന്നിട്ട് നമ്മുടെ മെറ്റൽ സ്ട്രാപ്പാണ് വരുന്നുണ്ട്. എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ലൈക്ക് ഇത് ഭയങ്കര ടൈറ്റായിട്ട് കിടക്കാറില്ല. എൻ്റെ കൈക്ക് അനുസരിച്ച് ഇത് ടൈറ്റ് അല്ല. കാരണം ഞാൻ ഇതിന്റെ അത്യാവശ്യം ഇവര് റിമൂവ് ചെയ്യേണ്ട ടൂൾ ഉണ്ടായിരുന്നു, അത് വെച്ച് റിമൂവ് ചെയ്തിട്ടും ഇത് ടൈറ്റ് അല്ല, ലൂസായിട്ട് കിടക്കുന്നത്. എൻ്റെ കൈക്ക് ലൂസായിട്ട് കിടക്കണം. അപ്പോൾ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഇത് അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. എനിക്ക് ഹോണറിന്റെ വാച്ചും ഈ വാച്ചും കൂടെ വെച്ച് നോക്കിയപ്പോൾ ഇറ്റ്സ് ലൈക്ക് 5 points ഡിഫറൻസ് വരുന്നുണ്ട് എപ്പോഴും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഹോണറിന്റെ വാച്ച് കുറച്ചുകൂടെ ബെറ്റർ അറ്റ് ട്രാക്ക് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു 5 points ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഗുഡ് അറ്റ് ട്രാക്കിംഗ്. നമുക്കൊരു ഫിറ്റ്നസ് പെർസ്പെക്റ്റീവിൽ ഇതുപോലത്തെ ബാൻഡ്സ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മോർ ദാൻ വാച്ച്. ദിസ് ഇസ് ലൈക്ക് ഇൻ ലുക്ക് ബേസ്ഡ് മോർ ദാൻ ഫിറ്റ്നസ്. അല്ലാതെ ബാക്കി തിങ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ലതാണ്. പിന്നെ ഇതിലുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ്. നമുക്ക് സ്റ്റെപ്പ് ട്രാക്കിംഗ് വരുന്നുണ്ട്, ഹാർട്ട് റേറ്റ്, അങ്ങനെ എല്ലാം അത്യാവശ്യം വാച്ചിന് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. സ്ട്രെസ് ഒരുപാടില്ല. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നില്ല, ഇഷ്ടംപോലെ ഉണ്ട് വീഡിയോസ്. ബ്ലൂടൂത്ത് കോളിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. ഇറ്റ് വാസ് എ നൈസ് ഫീച്ചർ. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലൂടൂത്ത് കോളിംഗ് യൂസ് ചെയ്യുന്നത്. വെരി യൂസ്ഫുൾ. ലൈക്ക് സംടൈംസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ റെയിനിലൊക്കെ നമ്മൾ മഴയത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റെയിൻ കോട്ടിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഫോൺസ് ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പം ഈ റെയിൻ സമയത്ത് ഫോൺ എടുത്ത് വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് ഓൾറെഡി കുറച്ച് വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ മഴയത്തൊക്കെ വന്നിട്ട് ആ കോൾ വരുവാണെങ്കിൽ ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ റിപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ച് പാടായിരിക്കും കേൾക്കാം. നമ്മൾ ഫോണിന് ഇതൊക്കെ കാതിൻ്റെ അടുത്തുകൊണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയേണ്ടത്, സംസാരിക്കേണ്ടത്. പക്ഷെ സ്റ്റിൽ യൂസബിൾ ആണ്. നോർമൽ കണ്ടീഷൻ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ അടിപൊളിയായിട്ട് സംസാരിക്കാം. നെക്സ്റ്റ് ഈസ് ബാറ്ററി ലൈഫിന്റെ റിയാലിറ്റി. അപ്പൊ നമ്മൾ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ റിയലായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തത് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സത്യം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓണാക്കി നോക്കാം. അപ്പൊ അതിലൊരു കുറച്ച് പെർസെന്റേജ് ചാർജിങ് ഉണ്ടാവുമല്ലോ. ഇതിൽ അതില്ലായിരുന്നു. എന്റെ കഷ്ടകാലത്തിന് ഓപ്പൺ ബോക്സ് ഡെലിവറിയായിരുന്നു. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കിയിട്ട് ഓൺ ആവുന്നില്ല. ഞാൻ എന്താ കരുതിയ ഡിഫക്റ്റീവ് പീസാണ്. ഞാനിത് റിട്ടേൺ അത് റീപ്ലേസ്മെന്റ് അയച്ചു. ഓക്കെ, എനിക്ക് റീപ്ലേസ് യൂണിറ്റ് കിട്ടിയപ്പോഴും സെയിം ഇഷ്യൂ. ഇപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്തായാലും 1 മണിക്കൂർ ചാർജ് ഇട്ട് നോക്കി എന്നിട്ട് ശരിയാവും. അങ്ങനെ ഞാൻ 1 മണിക്കൂർ ഞാനിത് ചാർജിന് ഇട്ടു. ഫൈനലി കുറച്ചു നേരം കഴിയുമ്പോൾ വാച്ച് ഓൺ ആയിട്ടുണ്ട്. ഐ എം ഫൈൻ വിത്ത്. ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തത് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചാർജിനിട്ട് ഫുൾ ചാർജിനിട്ടു. 100% ആക്കിയിട്ട് പിന്നെ ഞാൻ അതിനെ ഡിസ്കണക്ട് ചെയ്തു. പിന്നീട് ഞാൻ അതിന് ചാർജ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് അങ്ങനെ AOD ഓഫ് ആയിരുന്നു. ബേസിക്കലി ഞാൻ ആദ്യം AOD ഓൺ ആക്കി നോക്കിയെങ്കിലും ആദ്യം കുറച്ച് തിങ്സ് ഞാൻ ചെയ്ത് നോക്കിയെങ്കിലും പിന്നെ AOD ഓഫ് ആയിരുന്നു. റേസ് ടു വേക്ക് ഓൺ ആയിരുന്നു. നോർമൽ ബ്രൈറ്റ്നസ് കുറച്ചായിട്ടാണ് ഇൻഡോർ ആയിട്ട് കൂടുതൽ നിൽക്കുന്നത്. സോ ഇൻഡോറിന് വേണ്ടിയിട്ട് ബ്രൈറ്റ്നസ് കുറച്ചായിരുന്നു ഇട്ടിരുന്നത്. ഇതിൽ എനിക്ക് കിട്ടിയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 days കിട്ടിയിട്ടുണ്ടായിരുന്നു. 11 days എത്തിയപ്പോൾ എൻ്റെ വാച്ചിന്റെ ചാർജ് ഇസ് ലൈക്ക് 5%. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് 12 days നമുക്ക് ഇങ്ങനെ ലൈക്ക് നോർമൽ യൂസ്. ഞാൻ 100% കയ്യിലിട്ടിരുന്നില്ല. ലൈക്ക് ഈ 12 days 100% കയ്യിലിട്ടിരുന്നില്ല. ലൈക്ക് ഇറ്റ് വാസ് എവറി ടൈം കണക്ട് ടു മൈ ഫോൺ. എനിക്ക് നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യുന്ന സൗണ്ട് ഉണ്ട്, കോൾസ് വരുന്നുണ്ട്. ആൻഡ്
ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ വാച്ച് ഇടാറുണ്ട്. അങ്ങനെ ജസ്റ്റ് നടക്കാൻ പോയ പോലും ഞാൻ വാച്ച് ഇട്ടിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ഗുഡ് ബാറ്ററി ലൈഫ്, ഇഷ്ടപ്പെട്ടു. വാച്ചിന്റെ ടൈമിങ്, വാച്ചിന്റെ ചാർജിങ് കുറച്ച് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നോർമൽ ചാർജറിൽ കണക്ട് ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ടായിരുന്നു. ഷോർട്ടോടെ ചാർജ് ആയിട്ട് പെട്ടെന്ന് ബാറ്ററി ലൈഫ് ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ വാച്ച് ചാർജിൽ ഇടുന്നത്. അപ്പോൾ ഇത് ഏത് ചാർജറിലാണെന്ന് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് എന്തായാലും ലോ വോട്ട്സ് ഉള്ള ചാർജേഴ്സിൽ നമ്മൾ കണക്ട് ചെയ്യാൻ മാക്സിമം നോക്കുക. കാരണം ഇതിന്റെ ചാർജിങ് സ്പീഡ് അത്ര സ്പീഡ് ആവാൻ പാടില്ല. അത്യാവശ്യം സ്ലോ ആയിട്ടുള്ള ചാർജ് ആവണം. എന്ന് വെച്ചാൽ നമുക്ക് 12 days ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നമ്മൾ മാക്സിമം സ്ലോ ചാർജിങ് പ്രിഫർ ചെയ്യുക. കാരണം ഭയങ്കര പെട്ടെന്ന് ചാർജ് ആയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി പോകാനുള്ള ചാൻസ് നമുക്ക് റിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് ലൈക്ക് ഐ വാണ്ട് ടു സേ ഫസ്റ്റ്. പിന്നെ എനിക്ക് 1 മാസം യൂസ് ചെയ്തതിൽ ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമോലെഡ് ഡിസ്പ്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ്സും അത്യാവശ്യം നല്ലതാണ്. നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്. എനിക്കൊരു എഡ്ജ് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിക്ക് ഒരു ഡിസ്പ്ലേ സൈസ് ആയിരുന്നു. പിന്നെ ഇതിന്റെ ഒരു പ്രീമിയം ഡിസൈൻ, അവരെ തന്നെ പറയുന്നത് ഇതൊരു പ്രീമിയം ഡിസൈൻ ആണ്. ഇറ്റ്സ് ലൈക്ക് എ പ്രീമിയം വാച്ച്. അങ്ങനെ ഞാൻ പിന്നെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഇത് മാറ്റി കഴിഞ്ഞാൽ അറിയാം. ഇറ്റ്സ് ലൈക്ക് പ്രീമിയം വാച്ച്. നല്ലൊരു കാണാനൊരു ഭംഗിയുള്ള. പിന്നെ ഒരു യും അത്യാവശ്യം സ്മൂത്ത് ആണ്. ഞാൻ യൂസ് ചെയ്തതിന് പഴയ വാച്ചും അത്യാവശ്യം സ്മൂത്ത് ആയിരുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്റർ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ലാഗോ സ്ലട്ടറോ എനിക്കിതുവരെ വന്നില്ല. എപ്പോഴും റെസ്പോൺസീവ് ആയിരുന്നു. ഓൾ ദി തിങ് ഐ നീഡ് ഇസ് ലൈക്ക് ബാറ്ററി ലൈഫ്. എവിടെയെങ്കിലും പോകുമ്പോൾ 2 days ബാറ്ററി ചെയ്യുന്ന വാച്ചൊക്കെ എടുത്തുകൊണ്ട് നടന്ന തലവേദന, അത് ചാർജ് ചെയ്യുന്നതിൻ്റെ മെനക്കേടാം. ഇനി ഇതിൽ ലൈക്ക് നമുക്ക് വയർലെസ് ചാർജിങ് ഇല്ല, ബട്ട് മാഗ്നറ്റിക് ചാർജിങ് ആണ്. ഒട്ടിച്ചേക്കുന്നത് ചാർജർ ഞാൻ കാണിച്ചത്. സോ ഇനി ഇതിൽ 1 മാസം യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മ്യൂസിക് പ്ലെയറിന് ശരിക്കും മട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് പ്ലേ ചെയ്യത്തില്ല. പ്ലേ ആവുമ്പോൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്ലേ ആവും. പിന്നെ ഈ വാച്ചിന് നിങ്ങൾ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിലൊരു ഇൻബിൽറ്റ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 200 MB സംതിങ് നമുക്ക് പാട്ട് വാച്ചിൽ തന്നെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഇവര് വാച്ചിലോട്ട് സേവ് ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്യുകയാണോ എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. പാട്ട് വാച്ചിലിട്ടിട്ട് ഹെഡ്സെറ്റിൽ കേൾക്കുമ്പോൾ ബാസ് ഒന്നുമില്ല. അതിന്റെ ബാസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് വോയിസ് മാത്രമുള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ചീപ്പ് നോക്ക് ഓഫ് സൗണ്ട് ഒരു ഇല്ല. അങ്ങനെ ഒരു സൗണ്ട് ആയിരിക്കും പാട്ടിന് ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് കേൾക്കുന്നത്. ബട്ട് ഇതിലെ സ്പീക്കറിൽ കേട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആണ്. ദെൻ ഇതിന്റെ മ്യൂസിക് പ്ലെയർ റെസ്പോൺസീവ് അല്ല എന്ന് പറഞ്ഞ കാര്യം. ചില സമയത്ത് ഇതിലുള്ള മ്യൂസിക്, ഇതിൽ സേവ് ചെയ്ത് വെച്ച മ്യൂസിക് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ പ്ലേ ആവും. പ്ലേ ബട്ടൺ എത്ര പ്രസ് ചെയ്താലും അത് നോ റെസ്പോൺസ് ആയി നിൽക്കാറുണ്ട്. നെക്സ്റ്റ് അടിക്കാനോ നെക്സ്റ്റ് സോങ് സെലക്ട് ചെയ്താലോ പ്ലേ ആവത്തില്ല. അത് അവിടെ തന്നെ ഫ്രീസ് ആവും. പിന്നെ നമുക്ക് ഇത് വർക്ക് ആവണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും വാച്ച്. ഇതിന് വാച്ച് ഫേസസ് നല്ല കുറവാണ്. AI ഇത് വെച്ച് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതിന്റെ വാച്ച് ഫേസസ് ഭയങ്കര കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കമ്പയറിങ് ടു മൈ ഹോണർ, അതിൽ ഇഷ്ടംപോലെ വാച്ച് ഫേസസ് നമുക്ക് എക്സ്റ്റേണൽ പുറത്തു നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് വാച്ച് ഫേസസ്. സോ അതിന് ഐ വാസ് ലൈക്ക്, അത് ഇടയ്ക്കിടയ്ക്ക് പുതിയ വാച്ച് ഫേസസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ വാച്ച് ഫേസസ് കിട്ടുന്നുണ്ടായിരുന്നു. ബട്ട് ഇത് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വാച്ച് ഫേസസ് ഉണ്ട്. അത് തന്നെ യൂസ് ചെയ്യാം. അത് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം ഓപ്ഷനാണ്. പുതിയ വാച്ച് ഫേസസ് വന്ന് ഞാൻ കണ്ടില്ല ഇത്ര ദിവസമായിട്ട്. പിന്നെ വന്നത് ഈ ഒരു മെറ്റൽ ഫ്രെയിമിൻ്റെ ഒരു ഇതാണ്. അതെനിക്ക് ഇവിടുത്തെ വെതർ ആണോ എന്ന് അറിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ചെറിയ ഡോട്ട്സ് ആ ഒരു ബ്ലാക്ക് ഫ്രെയിമിൽ വരുന്നുണ്ട്. ലൈക്ക് തുടച്ചാലും പോകുന്നില്ല എന്ന രീതിക്ക് കുഞ്ഞൊരു ഡോട്ട്സ് പോലെ, എന്തോ ഓക്സിഡൈസിങ് ആണോ എന്ന് അറിയത്തില്ല. സംതിങ് ലൈക്ക് ദാറ്റ് എനിക്ക് വരുന്നത്. ലാസ്റ്റ് പറയാൻ പോകുന്നത്, നിങ്ങളിത് വാങ്ങണം. ആർക്കാണ് ഇത് വാങ്ങേണ്ടത്? ലൈക്ക് എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ആർ ഇൻ ടു എ റൗണ്ട് ഡയൽ വിത്ത് എൻ AMOLED ഡിസ്പ്ലേ, ഓക്കെ, ആൻഡ് ഫിറ്റ്നസ് ഈ വാച്ച് വെച്ച് നോക്കാത്ത ആൾക്കാർ, ഫിറ്റ്നസ്സിന് വേണ്ടി ഈ വാച്ച് വാങ്ങരുത്. ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാർ വാങ്ങരുത്. ഇറ്റ്സ് ലൈക്ക് എൻ ഫാഷൻ തിങ്. ലൈക്ക് ഒരു കയ്യിൽ കിടക്കാൻ ഭംഗി ഉള്ള ഒരു വാച്ച്. ദെൻ അത്യാവശ്യം കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ, ലൈക്ക് നമുക്ക് ഫോണ് പോക്കറ്റിൽ നിന്ന് എടുത്ത് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ചില ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ ഇത് കുറച്ച് നല്ലതാണ്. ലൈക്ക് കയ്യിൽ നമുക്ക് കോൾ വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു, സംസാരിക്കുന്നു, ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, പിന്നെ ഇതൊരു വിയറോയിസ് ആപ്പല്ല, വിയറോയിസ് വാച്ച് അല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര നമുക്ക് പുതിയ ആപ്സ് ലോഡ് ചെയ്യാനോ അങ്ങനത്തെ ഓപ്ഷനൊന്നും ഇല്ല. ഓക്കെ, സോ അതൊരു ഡിസപ്പോയിന്റ് അല്ല. ഈ പൈസക്ക് 2500 രൂപയ്ക്കാരും വിയറോയിസ് തരാൻ പോകുന്നില്ല. മിനിമം കിട്ടുന്ന ഒരു 12,000 കിട്ടുന്നത് 1% വാച്ച് മാത്രമാണ് വിയറോയിസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ NFC വെച്ച് പേയ്മെന്റോ അല്ലാതെ QR കോഡിന്റെ ഒരു ഓപ്ഷനോ ഇതിൽ തന്നിട്ടില്ല അവർ. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു വെർഡിക്റ്റ്.
ഫൈനലായിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഐഡിയ. സോ നിങ്ങളിതെടുക്കണോ ഇല്ലയോ? ഒരു ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരും വിയറോയ്സിൻ്റെ ഇത് നോക്കുന്നവരും തന്നെ ഈ NFC വഴി പേയ്മെൻറ്റോ അല്ലെങ്കിൽ QR കോഡ് യൂസ് ചെയ്ത് പേയ്മെൻറ്റോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഈ വാച്ച് എടുക്കണ്ട. വാച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റൈലിഷ് ആവാൻ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ, അതും ഈ ഒരു മെറ്റലിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ദെൻ ഒരു ലോങ് ബാറ്ററി, ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് ചാർജ് നോക്കണ്ടെന്ന് പറഞ്ഞ രീതിക്ക് നോക്കുന്ന ആൾക്കാർ, ദെൻ ബ്ലൂടൂത്ത് കാളിംഗ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരും ഇത് ഈ വാച്ച് നിങ്ങൾക്കൊരു നല്ല ഓപ്ഷനാണ്. കറൻലി നമുക്ക് ഇതുപോലത്തെ ഒരു വാച്ച് കിട്ടുന്നുണ്ട്, ലൈക്ക് 5000 സംതിങ് ഒക്കെ CMFൻ്റെ വാച്ച് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ആനിമേഷനും അത്ര മോശമെന്ന് പറയാനുള്ള ആനിമേഷൻ ഇല്ല. ഇതാണ് അങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ള ഇഷ്യൂ എനിക്ക് തോന്നിയില്ല. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് സ്മൂത്ത് ആൻഡ് തിങ്സ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ് വാച്ച്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. എന്നല്ല, ഇന്നത്തേക്ക് ഇത്രയും മതി. പിന്നെ മറ്റേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെവിടെയെങ്കിലൊക്കെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഉണ്ടാവും, എല്ലാവരെങ്കിലൊക്കെ പിടിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ഇട്ടോ, ഞാൻ കാണുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. കാണുന്ന ആദ്യം വിഷയം. പിന്നെ സോ ഐ ആം സൈനിങ് ഓഫ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.